Dear students, today we will discuss about C programming lab for microbiology students. ഇന്ന് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് n ഫിബൊനാച്ചി നമ്പേഴ്സ്. ആദ്യത്തെ n നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു നമ്പർ റീഡ് ചെയ്യും. ഇപ്പോൾ 9 എന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിബൊനാച്ചി സീരീസിലെ ഫസ്റ്റ് 9 നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. 12 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 12 നമ്പേഴ്സ് ഫിബൊനാച്ചി സീരീസിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 0 ആണ്, സെക്കൻഡ് നമ്പർ 1 ആണ്, തേർഡ് നമ്പർ 1 ആണ്. ആ രൂപത്തിലുള്ള സീരീസ്, ആ സീരീസിൽ നമുക്ക് പിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. നോക്കാം, പ്രോഗ്രാം കൂടെ നോക്കാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h അല്ലേ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, ഇത് ലൈബ്രറി ഫംഗ്ഷൻ. അതുപോലെ ഹാഷ് ഇൻക്ലൂഡ് conio.h, ഈ രണ്ട് ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഹെഡർ ഫയൽസ് ആണ്. printf, scanf, അതുപോലെ for ഇത്തരം കണ്ടത്. അതുപോലെ conio.h വരുന്നതാണ് ക്ലിയർ സ്ക്രീൻ, അതുപോലെ getch. ഈ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലൂഡ് ചെയ്യാൻ ആവശ്യമുണ്ട്, ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് ലൈബ്രറി ഫംഗ്ഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ അല്ലെ, വോയിഡ് മെയിൻ കൊടുക്കാം, ഇന്റ് മെയിൻ കൊടുക്കാം. ഇതൊന്നും റിട്ടേൺ എക്സ്ട്രാ റിട്ടേൺ ചെയ്തില്ല, റിട്ടേൺ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുള്ളൂ അല്ലെ. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കുന്ന മെയിൻ മെത്തേഡും ഓൺവേർഡ്സ് ആണ്. നെക്സ്റ്റ് ഇന്റ് n i a b c, ഇത്രയും കണ്ടിട്ട് നമ്മൾ ഇവിടെ വാല്യൂസ് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, a = 0, b = 1, c = 0. അതൊക്കെ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞുതരാം എന്തിനാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ക്ലിയർ സ്ക്രീൻ, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് clr. പ്രിന്റ് ചെയ്തു ഹൗ മെനി ടേംസ് ടു ഡിസ്പ്ലേ ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസിൽ നിന്നും എത്ര വാല്യൂസ്, എത്ര ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ 9 കൊടുത്ത് വിചാരിക്കുക. ഫസ്റ്റ് സ്കാനഫിൽ %9. അപ്പോൾ 9 വാല്യൂസ്, ഫസ്റ്റത്തെ 9 വാല്യൂസ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഒരു സീരീസ് ആണ്, സീരീസ് എന്ന് പറഞ്ഞാൽ അത് എൻഡ്ലെസ് ആണ്. കോമറ്റ് ഓരോ കോമറ്റ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്രാമത്തെ എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ 9 വരെയുള്ള, ഫസ്റ്റത്തെ 9 വരെയുള്ള ആ ഒരു വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനാണ് 9 എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ 9 കൊടുത്ത് വിചാരിക്കുക. 9 ഫസ്റ്റത്തെ വാല്യൂ 9. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് നോക്കിയാൽ പ്രിന്റ് %d a b പ്രിന്റ് ചെയ്യിപ്പിച്ചു. a എന്താണ് 0 ഫസ്റ്റത്തെ, സെക്കൻഡ് b, എയും ബിയും. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചതല്ലേ, ഓട്ടോമാറ്റിക്കലി അത് പ്രിന്റ് ചെയ്ത് വന്നു. എന്താ പ്രിന്റ് ചെയ്ത്, ഫസ്റ്റ് 0 പ്രിന്റ് ചെയ്യിച്ചു, ദെൻ അതിനുശേഷം 1 പ്രിന്റ് ചെയ്യിപ്പിച്ചു. ആ സീരീസിലെ ഫസ്റ്റ് 2 വാല്യൂസ് ആണ് 0 ഉം 1. ഇനി നെക്സ്റ്റ് വാല്യൂസ് ഒക്കെ കിട്ടുന്നതിന് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡാണ്, ഫസ്റ്റ് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള എലമെന്റും അതിന്റെ പ്രീവിയസ് എലമെന്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വാല്യൂ കിട്ടും. അപ്പോൾ തേർഡ് വാല്യൂ നമ്മൾ എങ്ങനെ പ്രിന്റ് ചെയ്യുക, തൊട്ട് പ്രീവിയസ് വാല്യൂ ഏതാ 1, അതിന്റെ പുറകിലെ വാല്യൂ ഏതാ 0, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വാല്യൂ കിട്ടും. അത് എത്ര കിട്ടും, 1 പ്രിന്റ് ചെയ്യും അല്ലേ. ഇനി ഇതൊക്കെ ആഡ് ചെയ്യും, തൊട്ട് പ്രീവിയസ് വാല്യൂ 1 ആണ്, അതിന്റെ പ്രീവിയസ് വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഉം 1 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ഇപ്പോഴോ 2 ഉം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 പ്രിന്റ് ചെയ്യും. 3 ഉം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റോ 8 അല്ലേ, 8 പ്രിന്റ് ചെയ്യും. അതിനുശേഷം 13 പ്രിന്റ് ചെയ്യും അല്ലേ. 13 ഉം 8 ഉം ആഡ് ചെയ്ത് നെക്സ്റ്റ് പ്രിന്റ് എത്ര പ്രിന്റ് ചെയ്യാം, 21. ക്ലിയർ അല്ലേ, എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതില് ഫസ്റ്റത്തെ 9 വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എത്ര വാല്യൂസ് ആയി, 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 വാല്യൂസ് ആയി. ഇതാണ് ഫസ്റ്റ് നമ്മൾ 9 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യും. ദെൻ 8 കൊടുത്തു കഴിഞ്ഞാലോ 13 വരെ പ്രിന്റ് ചെയ്യും. ഇതാണ് കണ്ടീഷൻ. ക്ലിയർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് 2 വാല്യൂസ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി for i = 2, നമുക്ക് ഫസ്റ്റത്തെ വാല്യൂ കിട്ടുമ്പോൾ അതാണ് 0, സെക്കൻഡ് വാല്യൂ 1 ആണ്. ഇനിയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഒരു ഓപ്ഷൻ i = i less than n. n നമ്മൾ 9 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9 വരെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. ദെൻ i++. നോക്കാം, c = a + b, മൂന്നാമത്തെ വാല്യൂ കാണാം. അപ്പോൾ a യും b യും കിട്ടി. a എന്ന് പറഞ്ഞ ഫസ്റ്റ് വാല്യൂ, b ആണ് സെക്കൻഡ് വാല്യൂ. തേർഡ് വാല്യൂ നമ്മൾ c എന്ന് റെപ്രസെന്റ് വിചാരിക്കുക. അതാണ് കൊടുത്തത് c = a + b. ഇതാണ് a, ഇതാണ് b അല്ലേ. a യും b യും ആഡ് ചെയ്താൽ ഫസ്റ്റ് ഇത് a, ഇത് b ആണ് വാല്യൂ. അപ്പോൾ a യും b യും ആഡ് ചെയ്ത് കഴിഞ്ഞ് c സ്റ്റോർ ചെയ്യും. അപ്പോൾ c എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ, 1 ഓക്കെ അല്ലേ. c അവർ പറയുന്നുണ്ട് a യും b ആഡ് ചെയ്ത് c സ്റ്റോർ ചെയ്യും. എന്നിട്ട് b യുടെ വാല്യൂ എടുത്തിട്ട് a ക്ക് അസൈൻ ചെയ്യാം. ഇവിടെ b യുടെ വാല്യൂ എത്രയാ, 1 ആണ്. അത് a ക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് a ക്ക് കൊടുത്തു. ഏതാ വാല്യൂ, 1 കൊടുത്തു. b ന്റെ വാല്യൂ എത്രയാ, b യുടെ വാല്യൂ c ആയി അസൈൻ ചെയ്തു. b യുടെ വാല്യൂ എത്രയാ, c എങ്ങനെ കിട്ടിയേ, c ഇപ്പൊ കിട്ടിയ വാല്യൂ എത്രയാ നോക്കിയേ, c + b അല്ലേ കിട്ടിയേ. a + b ആഡ് ചെയ്തപ്പോൾ c സ്റ്റോർ ചെയ്തു, അത് 1 ആ കിട്ടി. അത് ഇവിടെ b ആഡ് ചെയ്തു. ആർക്ക്,
ബിക്ക് കൊടുക്കുക. ബി ഇസ് ഈക്വൽ ടു സി എന്ന് എടുത്ത് സിന്റെ വില എത്രയാണ് ഇവിടെ കിട്ടിയത്? എയും ബിയും ആഡ് ചെയ്തപ്പോൾ 1 കിട്ടി. ആ 1 എവിടെ കൊടുത്തു? ബിക്ക് അസൈൻ ചെയ്തു. ഇപ്പൊ എയുടെ വാല്യൂ ആദ്യം 0 ആയിരുന്നു, ബിയുടെ വാല്യൂ 1 ആയിരുന്നു. ഇപ്പൊ അത് മാറ്റി. എങ്ങനെ മാറ്റി? സ്വാപ്പ് ചെയ്തു. എയുടെ വാല്യൂ സ്വാപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എക്ക് ഒരു വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ അസൈൻ ചെയ്തു. ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്നുള്ള വാല്യൂ ആണ് എടുത്ത് കൊടുത്തത്. ബിന്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്? പ്രിന്റ് സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സി എത്ര? സിന്റെ വാല്യൂ 1 അല്ലേ, അത് 1 പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ഐട്രേഷൻ അത് 2 ആ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 3 ആയി. ഇവിടെ 3 ആകുമ്പോൾ വീണ്ടും ഇത് എക്സിക്യൂഷൻ നടക്കും. എങ്ങനെയാ? സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അടുത്ത സി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ ആണ്. അത് കിട്ടണമെങ്കിൽ സി എ പ്ലസ് ബി, എയുടെ വാല്യൂ എത്രയാ? 1 ആണ്. ബിയുടെ വാല്യൂ എത്രയാ? 1 ആണ്. 1 1 കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ 2 പ്രിന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ദെൻ 2 പ്രിന്റ് ചെയ്തതിനു ശേഷം എ ഇസ് ഈക്വൽ ടു ബി, ബിയുടെ വാല്യൂ എക്ക് അസൈൻ ചെയ്യും. ബിയുടെ വാല്യൂ എത്രയാ? ബിയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. അത് ആർക്ക് അസൈൻ ചെയ്തു? എക്ക് അസൈൻ ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ എന്റെ വാല്യൂ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി ബിന്റെ വാല്യൂ എന്തായി മാറ്റണം? സിന്റെ വാല്യൂ അസൈൻ ചെയ്യണം. സിന്റെ വാല്യൂ ഇപ്പോൾ എത്രയാ? 2 ആണ്. അത് എവിടെ അസൈൻ ചെയ്യും? ബിക്ക് അസൈൻ ചെയ്യും. 2 കൊടുത്തു. ഓക്കെ. ഇനി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എന്താ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സി എത്രയായിരുന്നു ഇപ്പൊ കിട്ടിയത്? 2 ആയിരുന്നു. ഇവിടെ 2 കൊടുത്തു. 2 പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ഐട്രേഷൻ ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. നെക്സ്റ്റ് ഐട്രേഷൻ എന്ത് കിട്ടും? സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സിയുടെ വാല്യൂ എത്രയാ? 2 ആണ് അല്ലെ? ഇപ്പോൾ 2 ആണ്. അവിടെ എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് സി സ്റ്റോർ ചെയ്യണം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 3 കിട്ടും. അതെവിടെ സ്റ്റോർ ചെയ്യും? സിയിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ. ആ സി നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. എത്ര പ്രിന്റ് ചെയ്യും? 3 പ്രിന്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ബി ഇസ് ഈക്വൽ ടു എ. ബിയുടെ വാല്യൂ ഇപ്പൊ എന്താണ്? 2 ആണ് അല്ലെ? ആ 2 എവിടെ സ്റ്റോർ ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യിപ്പിക്കും. അവിടെ 2 കൊടുക്കും. ബിയുടെ വാല്യൂ ഇവിടെ പറയുന്നുണ്ട് താഴെ. ബി ഇസ് ഈക്വൽ ടു സി പറയുന്നുണ്ട്. അപ്പൊ സിയുടെ വാല്യൂ ഇപ്പൊ എത്രയാ? നമ്മൾ നോക്കി ഇവിടെ നോക്കിയാൽ ഇത് 3 ആണ്. ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് കൊടുക്കും. എവിടെ? ഇവിടെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എയും ബിയും വാല്യൂ ഇപ്പം 2 3 ആയി കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി പ്രിന്റ് ചെയ്യിപ്പിക്കാം. സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സി അവിടെ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചു. എന്താ? 3 പ്രിന്റ് ചെയ്ത് കിട്ടി. ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നെക്സ്റ്റ് കേസ് നോക്കിയേ. ഇവിടെ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സിയുടെ വാല്യൂ പറയുന്നുണ്ട് എ പ്ലസ് ബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എയും ബിയും ആഡ് ചെയ്യാം. 2ഉം 3ഉം ആഡ് ചെയ്യാം. അപ്പൊ സിയുടെ വാല്യൂ കിട്ടും. അത് 5 ആണ് സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എ ഇസ് ഈക്വൽ ടു ബി. ഈ ബിയുടെ വാല്യൂ 3 ആണ്. അത് ആർക്ക് കൊടുക്കും? എക്ക് കൊടുക്കും. ഓക്കെ. അപ്പൊ ബിക്കിന്റെ വാല്യൂ, ബിയുടെ വാല്യൂ എന്തായി മാറ്റും? സി ആക്കി കൊടുക്കും. അത് സി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ. ദെൻ സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സി എവിടെ പ്രിന്റ് ചെയ്തു? 5 അവിടെ പ്രിന്റ് ചെയ്തു. ഇങ്ങനെ തുടർന്ന് പോകും. എപ്പോഴും തന്നെ പറഞ്ഞത് ഇത് പ്രോഗ്രാം ലെവല് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. 1ഉം 1 ആഡ് ചെയ്താൽ 2 കിട്ടും, 2ഉം 1 ആഡ് ചെയ്താൽ 3 കിട്ടും, 3ഉം 2 ആഡ് ചെയ്താൽ 5 കിട്ടും. ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷെ പ്രോഗ്രാമിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. നെക്സ്റ്റ് ഒരു പ്രിന്റ് എഫ് കൊടുത്തിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യാം. റൺ. ഹൗ മെനി ടേംസ്? എത്ര ടേം? നമ്മൾ 9 കൊടുക്കാം. ഫസ്റ്റ് കൊടുത്ത 9 എൻ്റർ ചെയ്ത് നോക്കി. കണ്ടോ? 21 വരെ പ്രിന്റ് ചെയ്തു. വീണ്ടും ഒന്ന് കൊടുത്ത് നോക്കാം. 34. അപ്പൊ ഇത്രയും വലിയ വാല്യൂസ് വരുമ്പോൾ ഇവിടെ ഈ സെക്കൻഡ് റോയിൽ നോക്കിയേ. 1 കഴിഞ്ഞിട്ട് 28,006 അല്ലെ 57 28,000 സംതിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ 32 സംതിങ്ങിന്റെ മുകളിൽ പോകും. 32,000 മുകളിൽ പോകും. അത് ഇൻറ്റിജർ വാല്യൂ സപ്പോർട്ട് ആവില്ല അല്ലെ? അതുകൊണ്ടാണ് ആ ഒരു എറർ വരുന്നത്. നമുക്കിവിടെ വേറെ ഒന്ന് ചെയ്ത് നോക്കാം. 16 വാല്യൂസ്. വേറെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 19 അല്ല വലിയ വാല്യൂ വരുന്നു. വേറെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 23. ഓക്കെ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.